പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നിങ്ങളേവരെയും ഞാൻ ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയും. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 മാർച്ച് മാസം 13-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പകരം നൽകുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യോവൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം കേട്ടത് പകരം നൽകുന്ന ദൈവത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ പല മേഖലയിലും നഷ്ടം അനുഭവിച്ചു പോയ അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ദൈവത്തോട് അടുക്കുമെങ്കിൽ നമ്മുടെ ദൈവം അതിന് പകരമായി നന്മകളെ തരുന്ന ദൈവമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങൾ നഷ്ടമായി പോകാം. ജീവിതത്തിൽ വർഷങ്ങൾ, ജോലി, ഹല്ലേലൂയ, ആരോഗ്യം, പല മേഖലകളിൽ നഷ്ടം അനുഭവിച്ചവരോട് എൻ്റെ ദൈവം ഈ പ്രഭാതത്തിൽ പറയാണ്, ഞാൻ പകരം നൽകും. ആ നഷ്ടങ്ങൾക്ക് പകരമായി എൻ്റെ കർത്താവ് നിങ്ങൾക്ക് പകരം നൽകാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നാം വായിച്ചു കേട്ട വാക്യത്തിനകത്ത് വെട്ടുക്കിളികളും വെട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്ന സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ ആ വലിയ ദൈവത്തെക്കുറിച്ചാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തോട് അടുക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെല്ലാം നിങ്ങൾ നഷ്ടം അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം പകരം നൽകാൻ കഴിയുന്നവരാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറയുന്നു, സുവിശേഷത്തിന് വേണ്ടിയോ യേശുവിൻ്റെ പേരിലോ നിങ്ങൾ എന്തെങ്കിലും നഷ്ടം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, എൻ്റെ ദൈവം കടക്കാരനല്ല എന്നുള്ളത്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 28, 29, 30 വാക്യങ്ങൾ നോക്കിയാൽ പത്രോസ് പറയുന്നു, എല്ലാം വിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങേക്ക് വേണ്ടി. ആ പദങ്ങളെ നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ കടന്നു വരണമേ. പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. 29-ാമത്തെ വാക്യം. അതിന് യേശു, എൻ്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ, 30-ാമത്തെ വാക്യം, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്ത ആരുമില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനം വായിക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്. യേശുവിന് നിമിത്തമോ സുവിശേഷ നിമിത്തമോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 മടങ്ങ് പകരം നൽകാമെന്ന്, അല്ലെങ്കിൽ മടക്കി തരാമെന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിനകത്ത് ഈ പ്രഭാതത്തിൽ സന്തോഷിക്കണം. എൻ്റെ യേശു ആർക്കും കടക്കാരനല്ല. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും
ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുത്തല എന്നും പേരാകും. പ്രിയരെ, ഈ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ വ്യക്തമായി കൊടുത്തിരിക്കുകയാണ്. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാടയും കൊടുക്കുമെന്ന് പകരം കൊടുക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഇന്ന് തകർന്ന അനുഭവത്തിലാണ് കേൾക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് പലതും പകരം നൽകാൻ പോകും. ദുഃഖത്തിലാണെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ ഒരാനന്ദ തൈലത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേലിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം പകരം നൽകുവാൻ ശക്തനാണ്? നമ്മളിൽ പലരും ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ആ വലിയ പ്രതികൂലത്തിൽ എൻ്റെ ദൈവം പകരമായി ചിലത് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ബാങ്ക് ലോണിൻ്റെ മേളിൽ, ആ രോഗത്തിൻ്റെ അനുഭവത്തിനകത്ത്, നിങ്ങളുടെ നഷ്ടമാകുമെന്ന് പറഞ്ഞ് ജോലിക്ക് നിങ്ങളുടെ നഷ്ടമായി പോകുമെന്ന് പറഞ്ഞ് ബിസിനസ്സിൻ്റെ മേളിൽ, ജോലിയുടെ മേളിൽ ദൈവം ഭയങ്കര ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ പ്രാരംഭം നോക്കിയാൽ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്നത് കാണാം. അവൻ്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്ന് ദൈവം കൽപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവനാണ് അബ്രഹാം ഇതാ മോരിയ ദേശത്തും മോരിയ മലയിലേക്ക് തൻ്റെ മകനുമായി യാഗത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. ആ യാഗം നടക്കുന്നതിന് തൊട്ടു മുമ്പായി ദൈവത്തിൻ്റെ കരുതൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മകന് പകരമായി ദൈവം ഒരു ആട്ടിൻകുറ്റനെ കരുതുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അബ്രഹാം തലപൊക്കി നോക്കുമ്പോൾ പിൻപുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്നു ആട്ടിൻകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാമിനോട് ദൈവത്തിന്റെ ദൂതൻ പറയാണ്, നിനക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൻ തലപൊക്കി നോക്കുന്ന സമയത്ത് പിൻപുറത്ത് ഒരാട്ടിൻകൊറ്റൻ കാട്ടിൽ കൊമ്പ് കുരുങ്ങി കിടക്കുകയാണ്. അവന്റെ മേളിൽ ദൈവം വെച്ചിരിക്കുന്ന കരുതൽ, ഒന്നുകൂടെ പറഞ്ഞാൽ അവന്റെ മകൻ യാഗമാകേണ്ടടുത്ത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്ന അനർത്ഥങ്ങൾക്ക് പകരമായി, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്ന രോഗങ്ങൾക്ക് പകരമായി, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്ന കടബാധ്യതകൾക്ക് പകരമായി, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്ന സങ്കടത്തിന് പകരമായി ഈ പ്രഭാതത്തിൽ എൻ്റെ ദൈവം എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് ഏറ്റെടുക്കണം. പകരമായി ഒരു വലിയ അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുന്നു. ജീവിതത്തിനകത്ത് വന്ന നഷ്ടങ്ങളുടെ മേളിൽ കർത്താവ് വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു. ദൈവത്തെ വിടാതെ ദൈവത്തോട് ചേർന്ന് നിന്ന അബ്രഹാമിന് വേണ്ടി, അനുസരിച്ച അബ്രഹാമിന് വേണ്ടി അവന്റെ മകന് പകരമായി ഒരു ആട്ടിൻകൊറ്റനെ ദൈവം കരുതി. എങ്കിൽ വിശ്വാസത്തിൽ ഈ പ്രഭാതത്തിൽ ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്തും ഭയങ്കരമായ കരുതലുകൾ വെളിപ്പെട്ട് വരാൻ പോകുന്നു. പകരമായി നിങ്ങളെ തകരുമെന്നും നിങ്ങൾ തീരുമെന്നും ഒക്കെ ശത്രു പറഞ്ഞെടുത്തുന്ന പകരമായ ഒരു വലിയ അത്ഭുതം ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ പ്രസംഗിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാവ് 61-ാം അധ്യായം 7-ാമത്തെ വാക്യം. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടും, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും, നിത്യാനന്ദം അവർക്കുണ്ടാകും. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, നിങ്ങൾ നിന്ദിക്കപ്പെട്ടെടുത്ത്, നിങ്ങൾ നാണം കെട്ടെടുത്ത് ഇന്ന് കാണുന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പകരം നൽകാൻ പോവുകയാണ്. വിശ്വാസത്തോടു കൂടെ നമുക്ക് ഈ വചനത്തിനകത്ത് വിശ്വസിക്കാം. നിത്യാനന്ദം പ്രാപിക്കുന്ന നിലയിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് പകരം നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ നടക്കണം. ഇവരുടെ ജീവിതത്തിനകത്ത് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പകരമായി ഇവരുടെ സങ്കടത്തെ മാറ്റുന്ന രീതിയിൽ, ഇവരുടെ വിഷമങ്ങളെ മാറ്റുന്ന രീതിയിൽ, ഇവരുടെ ഇല്ലായ്മകളെ മാറ്റുന്ന രീതിയിൽ അങ്ങൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിശ്ചയമായും നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. അനേകായിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. നിങ്ങൾ ഏത് പട്ടണത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ആ സൂം ലിങ്കുകൾ നിങ്ങൾക്ക് കൈവശമാക്കാൻ കഴിയും. നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. കർത്താവിൻ്റെ വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. എങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.